എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഇസ്ലാം ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഖലീഫ അബൂബക്കർ ആയിരുന്നു. അന്ന് പേർഷ്യയിൽ സസാനിദ് എന്ന് പറഞ്ഞൊരു സാമ്രാജ്യമായിരുന്നു, പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു അത്. ഇസ്ലാം AD 633 ഇറാൻ ആക്രമണം തുടങ്ങി. AD 651 ആ സാമ്രാജ്യത്തെ, സസാനിദ് സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഇറാൻ മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നു. ഈ പേർഷ്യക്കാർ, മുസ്ലിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പേർഷ്യക്കാരൊക്കെ തീ ആരാധിക്കുന്നു. അതായത് അവരൊക്കെ അഗ്നിയെ ആരാധിക്കുന്നവരാണ്. അവരുടെ പ്രപഞ്ചനാഥൻ്റെ പേര് തന്നെ അഹുറ മസ്ത എന്നാണ് പേര്. അതായത് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, ആർക്കും രാജ്യത്തിൻ്റെ നാഥനൊന്നുമില്ല. അവരുടെ ക്ഷേത്രങ്ങളെ നമ്മൾ വിളിക്കുക ഫയർ ടെമ്പിൾസ് എന്നാണ്, അഗ്നിക്ഷേത്രങ്ങൾ. അവിടെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് അവയെ അഗ്നിക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത് വെച്ചാൽ അവിടെ കെടാത്ത ഒരു തീ ഉണ്ട്. ഒരിക്കലും അത് കെടില്ല, കെടാൻ സമ്മതിക്കില്ല, കെടുകയുമില്ല എന്നവർ പറയുന്നു. ഇസ്ലാം പേർഷ്യയെ ആക്രമിച്ച ആ കാലത്ത് മതം മാറാൻ തയ്യാറല്ലാത്തൊരു ടീം ചങ്ങാടൊക്കെ സംഘടിപ്പിച്ച് കടലിലൂടെ നമ്മുടെ ഗുജറാത്ത് കടാപ്പുറത്ത് വന്ന് എത്തുകയുണ്ടായി. അതിൽപ്പെട്ട ആളുകളെ, അവർ പിൻതലമുറയെ നമ്മളറിയും. ടാറ്റ, വാഡിയ, മിസ്രി, ഗോദറേജ് കുടുംബങ്ങൾ. അവർ പിന്നെ ഇവിടെ തന്നെ കൂടി. അവരും അവകാശപ്പെടുന്നത് അവർ അന്ന് വരുമ്പോൾ, ഈ കടലിലൂടെ വരുമ്പോൾ അവിടുന്ന് ഒരു തീ കൊണ്ടുപോകുന്നു, അത് അണയാതെ കൊണ്ടുപോകുന്നു, അതിപ്പോഴും ഇവിടുത്തെ അവരുടെ ക്ഷേത്രത്തിൽ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പേർഷ്യക്കാർ ഗുജറാത്തിൽ വന്നതിന് തെളിവുണ്ട്. അവർ സഞ്ജൻ എന്ന ഗുജറാത്ത് കടപ്പുറത്താണ് വന്നത് എന്ന കാര്യത്തിനും തെളിവുണ്ട്. മേൽപ്പറഞ്ഞ കുടുംബങ്ങളെ പറ്റിയാണെങ്കിൽ പറയുകയും വേണ്ട, അവർ ഇന്ത്യയുടെ അഭിമാനമാണ്, അതിനും തെളിവുണ്ട്. പക്ഷേ ആ തീ കെട്ടിട്ടില്ല, തീ കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് വെറും തള്ളായിരിക്കുമെന്ന് ഒരു യുക്തിവാദി എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്. ഇസ്ലാമിൻ്റെ അധിനിവേശം നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ടീമിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഒരു കുഞ്ഞ് ടീമാണത്. എന്നാൽ അങ്ങനെ ഒരു അവസരം കിട്ടാത്ത ഒരു ലക്ഷക്കണക്കിന് പേരുടെ ഒരു കഥ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരെ നിർബന്ധമായും മതം മാറ്റാൻ തുടങ്ങി. ഗതിയുള്ള ചിലർ രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്നോ, അവർ ഒരു നിശ്ചിത തുക ഇസ്ലാമിന് കൊടുത്ത് കഴിച്ചലായി. അതിനെ നമ്മൾ എന്താ പറയുക, ജിസിയ എന്നാണ് പറയുന്നത്. കുറേ പേർ അടിമകളായി മാറി. അടിമത്തം അക്കാലത്ത് ഇസ്ലാമിൽ ഹലാൽ ആയിരുന്നു എന്ന കാര്യം നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. അപ്രകാരം അബൂ ലുലു എന്ന് പറഞ്ഞ സ്വതന്ത്രനായ ഒരു പേർഷ്യക്കാരനും അവിടെ അടിമയായി മാറി. അന്ന് ക്രിസ്തുവർഷം 644. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരു അടിമയായി ജീവിക്കണോ? ഇതിലും ഭേദം മരിക്കുകയാണ് എന്ന് ഈ അബു ലുലുവിന് തോന്നി. പക്ഷെ അങ്ങനെ നമ്മൾ എത്തുപോയിട്ട് എന്താണ് കാര്യം? എന്നെ ഈ ലെവലിൽ എത്തിച്ചവർക്കൊരു പണി കൊടുത്തിട്ട് ചത്താൽ പോരെ എന്ന് അയാൾ ചിന്തിച്ചു. അവൻ ഒരു കത്തി സംഘടിപ്പിച്ചു. എന്താ പറയുക, 2 വശങ്ങളിലും മൂർച്ച കൂട്ടിയ ഒരു പ്രത്യേക ടൈപ്പ് കത്തി നേരെ മദീനയിലേക്ക് വിട്ടു. അന്ന് ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ എന്ന പേരാണ്, ഖലീഫ ഉമർ എന്ന് പറയും, വളരെ പ്രശസ്തനാണ്. അദ്ദേഹം പുലർച്ചെയുള്ള ഫജർ നമസ്കാരത്തിന് പള്ളിയിൽ വരുമെന്ന കാര്യം ഈ അബുലുലുവിനെ അറിയാം. ആള് ഖലീഫ വരുന്നതും കാത്ത് അവിടെ ഒളിച്ചിരുന്നു. ഉമർ വന്നു നിസ്കരിക്കാനിരുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. അബുലുലു ചാടി വീണു, ഖലീഫയെ തലങ്ങും വിലങ്ങും കുത്തി. മൊത്തം 6 കുത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഖലീഫയുടെ ആളുകൾ വന്ന് ഇവനെ പിടിക്കാൻ നോക്കി, അവനെല്ലാവരെയും കുത്തി. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റ്, ചിലർ മരിച്ചു. അപ്പോൾ കൂടുതൽ ആളുകൾ കൂടി വരുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇനി രക്ഷയില്ല. അവൻ സ്വയം കുത്തി മരിച്ചു. ഖലീഫ 3-4 ദിവസത്തിന് ശേഷവും മരിച്ചു. ഇതായിരുന്നു മുസ്ലിങ്ങൾ ഇറാൻ കീഴടക്കിയതിന് അല്ലെങ്കിൽ അധിനിവേശപ്പെടുത്തിയതിനുള്ള പ്രതികാരം, ഒരു പേർഷ്യക്കാരൻ്റെ പ്രതികാരം. ഇറാൻ ജനത നിസ്സാരക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യം അബുലുലു വിട്ടുപോയി, അല്ലെങ്കിൽ അയാൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാം എന്നാൽ ഒരു ഖലീഫയല്ല. ഒരു ഖലീഫ മരിച്ചാൽ മറ്റൊരു ഖലീഫ വരും. അങ്ങനെ പിന്നീട് ഒരുപാട് ഖലീഫമാർ വന്നു. ആ ഖലീഫമാരുടെ കാലത്ത് പേർഷ്യക്കാരുടെ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം പൂർത്തിയായി എന്ന് തന്നെ പറയാം. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആ പേർഷ്യൻ രീതി, അതായത്
തീ ആരാധിക്കുക, അഗ്നിയെ ആരാധിക്കാനുള്ള ആ ഭക്തി ഉണ്ടല്ലോ, അതില്ലാതാക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞില്ല, ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർ സ്വരാഷ്ട്രീയന്മാർ എന്ന മതത്തിൽപ്പെട്ടിരുന്ന കാലത്ത് അവർ ആരാധിച്ചിരുന്ന, അവർ ഒരു ഉത്സവം പോലെ കൊണ്ടാടിയിരുന്ന ഒരു അഗ്നി ഉത്സവമാണ് ചകർഷൻ ബെ സൂരി. ഈ ഉത്സവം ഇറാനിലെ പേർഷ്യൻ കാലണ്ടർ പ്രകാരം പുതുവർഷമായ ഒരു ദിവസമുണ്ട്, അവർ പറയാൻ നൗറൂസ് എന്നാണ്. ഈ നൗറൂസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ബുധനാഴ്ചയ്ക്ക് തലേ ദിവസം, അന്ന് രാത്രിയാണ് ഈ ആഘോഷം നടക്കേണ്ടത്. അതായത് ഇന്നലെ 2026 മാർച്ച് 17 ചൊവ്വാഴ്ച. പക്ഷെ അത് നടക്കാറില്ലായിരുന്നു. കാരണം കൊമേനി ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക്കിലേക്ക് വന്നപ്പോൾ ആ ആചാരം നിരോധിച്ചു. അത് പറഞ്ഞു, നിങ്ങൾ അഗ്നി ആരാധിച്ചാൽ അതോടെ തീർന്നു, ഫയൽ ക്ലോസ് എന്ന് IRGC പറഞ്ഞു, അല്ലെങ്കിൽ ബാസിജ് പറഞ്ഞു. അതോടെ അവർ പിന്നെ അത് നടത്താറില്ല. കാരണം മതപോലീസിനെ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ഇന്നലെ ലോകം കണ്ടത് അവർ ഈ വിലക്ക് കൂട്ടാക്കാതിരിക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി വൈകും വരെ അവർ ഈ അഗ്നി ഉത്സവം ആഘോഷിച്ചതായിട്ടാണ് നമുക്ക് വീഡിയോകളിൽ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അവർ ആഘോഷിക്കാൻ പോയത്? യുദ്ധം നടക്കുകയാണ്, എന്നിട്ട് അവർ ആഘോഷിച്ചു. എന്താണ് കാരണം? അവർക്കൊരു വാർത്ത രാത്രിയായപ്പോഴേക്കും കിട്ടി. അവരുടെ പെൺകുട്ടികളെ പിച്ചി ചീന്തിയിരുന്ന നമ്പർ 1 നരാധമനെ ഇന്നലെ ഇസ്രായേൽ കഥ കഴിച്ചിരുന്നു. അവരതറിഞ്ഞിരുന്നു. ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷാ സേനയായ ബാസിജിൻ്റെ കമാൻഡർ ഗുലാം റസ സുലൈമാനി ഹൂറികളുടെ അടുത്തേക്ക് പോയ വിവരം അവരറിഞ്ഞു. അപ്പോൾ ഒരു വിലക്കും അവർ നോക്കിയില്ല, അവർ പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ അവരുടെ ഒരു ദിവസമായിരുന്നു. ഏത് പാവങ്ങൾക്കും ഒരു സന്തോഷിക്കാൻ ഒരു ദിനം വേണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നമ്മൾ ഇറാനിലെ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ അതുമായി സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ, പലരും സ്വന്തം പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതകളും പാർട്ടി തീരുമാനങ്ങളും വെച്ചാണ് ഇറാനിലെ വിഷയങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ, പ്രത്യയശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയും പാർട്ടികളുടെ കണ്ണിലൂടെയും നോക്കി തുടങ്ങിയാൽ, ജനതയുടെ ദുരിതം എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമതാവും. നെഗ്ലിജിബിൾ എന്നുള്ള രീതിയിൽ അത് നമുക്കൊരു പ്രശ്നമേ അല്ലാതാവും. കാരണം പ്രത്യയശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ, പാർട്ടിയുടെ തീരുമാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഖൊമേനി സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി മാറും. അയാൾ ഇറാൻ ജനതയെ അടിച്ചമർത്തുകയായിരുന്നു എന്ന കാര്യം ആ സമയത്ത് അവർ മറന്നുപോകും. പ്രത്യയശാസ്ത്രങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയെ പിന്തുണയ്ക്കേണ്ടി വരും. അത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാധ്യത, പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ബാധ്യത. അപ്പോൾ ജനങ്ങളുടെ ദുരിതമോ എന്നൊരു ചോദ്യമുണ്ട്. അത് എപ്പോഴെങ്കിലും പരിഹരിക്കപ്പെടേണ്ട വിഷയമായി പ്രത്യയശാസ്ത്രവാദികൾക്ക് തോന്നും. എന്നാൽ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു എളിയ മനുഷ്യനാണ് ഈ ഉള്ളവൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിയാലിറ്റി മാത്രമേ ഇവിടെ നോക്കാൻ പറ്റുന്നുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 2 റിയാലിറ്റികളാണ് ഉള്ളത് ഇവിടുത്തെ വിഷയങ്ങൾ നോക്കുമ്പോൾ. ഒന്ന് ദുരിതം, 2 സന്തോഷം. രാഷ്ട്രം, രാജ്യം, പരമാധികാരം, സാമ്രാജ്യത്വ വിരോധം, സമത്വം എന്നിങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മനുഷ്യൻ്റെ ഭാവനയിൽ നിലനിൽക്കുന്ന വെറും കഥകൾ മാത്രമാണ്. അതിലും മെച്ചപ്പെട്ട കഥകൾ പറയാൻ തുടങ്ങിയാൽ ഈ കഥകളൊക്കെ പഴങ്കഥകളായി മാറും. എന്നാൽ മാറാത്തതാണ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാറാത്ത 2 റിയാലിറ്റികളാണ് ദുരിതവും സന്തോഷവും. അത് കൃത്യമായി മനുഷ്യർ അനുഭവിക്കുന്നതാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചരിത്രത്തിൽ ഇന്ന് വരെയും മനുഷ്യർ പ്രത്യയശാസ്ത്രം ശരിയാവാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് എടുത്തത്. അവർ ഭാവനകൾക്കും കെട്ടുകഥകൾക്കും പ്രാധാന്യം കൊടുത്തു. മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അവർ കണക്കിലെടുത്തില്ല. അതായത് റിയാലിറ്റി അതിനവർ ചവിട്ടിക്കൂട്ടി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചരിത്രത്തെ നമ്മൾ പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അനുഭവിച്ച ഹാപ്പിനെസ്സിൻ്റെ പേരിൽ വേണം നമ്മൾ പറയാൻ അതൊരു സുവർണകാലമായിരുന്നു എന്ന്. അതുപോലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ അനുഭവിച്ച ദുരിതത്തിൻ്റെ പേരിലാണ് നമ്മൾ പറയേണ്ടത്
ഓ അതൊരു നാശം പിടിച്ച കാലമായിരുന്നു എന്ന്. ഈ രീതിയിൽ ചരിത്രത്തെ നോക്കിക്കാണാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ഇറാനിയൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രധാനം. സാമ്രാജ്യത്വാധിപത്യവും വർഗാധിപത്യവും കൊളോണിയൽ ചിന്താ സരണികളും എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിക്രിയവാദകങ്ങൾ. ഇതൊക്കെ ദുരിതത്തിൻ്റെ മുന്നിൽ രണ്ടാമതോ മൂന്നാമതോ ആണ്. ഈ സാമ്രാജ്യാധിപത്യം എന്ന വാക്കൊക്കെ എടുത്ത് തോട്ടിൽ എറിയേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100 ആളെ ഭരിക്കാൻ അധികാരം ഇവർക്കൊന്ന് കൊടുത്തു നോക്കൂ, ഈ സാമ്രാജ്യത്വാധിപത്യത്തെ പറ്റി പറയുന്നവർ. ഈ അതിലും വലിയ സാമ്രാജ്യാധിപതിയായി മാറുന്നത് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. എന്താണ് 80% വരുന്ന ഇറാനിലെ 80% വരുന്ന ജനത അനുഭവിക്കുന്ന ദുരിതം? ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരിയോ പുരിയിലെ ശങ്കരാചാര്യരോ സുപ്രീം ലീഡറായി കേരളം എന്ന ഒരു സ്വതന്ത്ര രാജ്യം ഭരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം കൃത്യമായി മനസ്സിലാവും. ക്ലർജി, അതായത് മതഭരണം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അതിന് ന്യായീകരണമില്ല. മതാധിപത്യം എന്നതൊരു അടഞ്ഞ വ്യവസ്ഥയാണ്. അത് 2 നൂറ്റാണ്ട് മുമ്പ് മുതൽ നമ്മൾ ഷട്ടർ ഇടാൻ നോക്കിയ ഒരു വ്യവസ്ഥയാണ്. മതവും രാഷ്ട്രവും തമ്മിലുള്ള കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ പുതിയ സിസ്റ്റമാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി. ഡെമോക്രസിക്ക് ഒരുപാട് പാളിച്ചകളുണ്ടായിരിക്കാം. അവിടെ ട്രംപ് ഉണ്ടായിരിക്കാം, നെതന്യാഹു ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഡെമോക്രസി അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ശങ്കരാചാര്യർക്കും ഏത് മുജാഹിദ് ബാലിശ്ശേരിക്കും മേലെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സിമ്പിൾ കാര്യം സിമ്പിളായി മനസ്സിലാക്കാതെ പറയാണ് സാമ്രാജ്യാധിപത്യം, ആൻറ്റി കൊളോണിയൽ ചിന്താ സരണികൾ, പിന്നെ പ്രതിക്രിയാവാദം. ഒരർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല. എന്തിനാണ് ഈ ഇടതുപക്ഷം എന്ന വാക്ക് പോലും ലോകത്തുണ്ടായത് എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആരും ആലോചിച്ചില്ലെങ്കിലും ആവശ്യമില്ല. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾക്കെങ്കിലും അത് ആലോചിക്കേണ്ടതല്ലേ? ഫ്രാൻസിൽ പണ്ട് മത പുരോഹിതരെ, കൊമേനിയെ പോലുള്ള മതപുരോഹിതരെ എതിർത്തവർ, അതുപോലെ തന്നെ ഫ്രാൻസിൽ പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പിനെ എതിർത്തവർ അവരാരൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഭിഭാഷകർ, ബൂർഷാസി, കർഷകരും തൊഴിലാളികളും. ഇവർ ഒറ്റക്കെട്ടായി നിന്നാണ് ഈ മതഭരണത്തെയും പ്രഭുവർഗത്തെയും എതിർത്തിരുന്നത്. അവരവിടുത്തെ അന്നത്തെ ലോകസഭയിൽ ചെന്ന് അവർ ഇടതുവശത്തിരുന്നു. അപ്പോൾ ഈ മതഭരണത്തെയും അതുപോലെ തന്നെ പ്രഭുവർഗങ്ങളെയും എതിർക്കുന്ന ആളുകൾ എന്ന പേര്, അവരിരുന്നിരുന്ന സ്ഥലം ഇടതുഭാഗമായിരുന്നുകൊണ്ടാണ് ഈ ഇടതുപക്ഷം എന്ന പേര് കിട്ടിയത്. അപ്പോൾ ആ പേര് പോലും എന്തിനാണ് കിട്ടിയത് അറിയാതെയാണ് ഇപ്പോൾ മതഭരണത്തെ അല്ലെങ്കിൽ ഏകാധിപത്യത്തെ ഇവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ ആധുനിക ലോകത്ത് തകിടം പറഞ്ഞിരിക്കുകയാണ്. കോൺസെപ്റ്റൊക്കെ ഇടത് വലതാകുന്നു, വലത് ഇടതാകുന്നു. ഇടതന്മാർക്കിന്ന് ബൂർഷാ ജനാധിപത്യത്തെ വേണ്ട, ഇറാനിലെ പോരാടുന്ന ജനങ്ങളെ വേണ്ട. അവർ പിന്തുണയ്ക്കുന്നത് ഖൊമേനിയുടെ പൗരോഹിത്യത്തെയാണ്, അല്ലെങ്കിൽ റഷ്യയിലെ പുട്ടിൻ പ്രഭുവിനെ പോലുള്ള ഏകാധിപതികളെയാണ്, ചൈനയിലെ ഷിജിൻ പ്രഭുവിനെ പോലുള്ള ഏകാധിപതികളെ. എന്ത് മേന്മയാണ് ഇവർ ഈ ഖൊമേനി, ആയത്തുള്ള ഖൊമേനിയിൽ കാണുന്നത്? 1979 ഒരു വിപ്ലവം നടക്കുമ്പോൾ അതിൻ്റെ ഇടയെ കൂടെ കയറി അധികാരം പിടിച്ചവൻ. ആരും അവനെ അവിടെ തെരഞ്ഞെടുത്തിട്ടില്ല. അവൻ്റെ മതഫാസിസം സ്വയം രാജാവായി അവൻ വാഴുകയായിരുന്നു നീണ്ട 47 വർഷം. ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ ഒരവസരവും അയാൾ കൊടുത്തിട്ടില്ല. ഒരു വോട്ടെടുപ്പും അവിടെ നീതിപൂർവം നടന്നിട്ടില്ല. സ്വയം കസേരയിൽ കയറിയിരുന്ന് ഞാനാണ് പരമാധികാരി, സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ ഈ കക്ഷിക്ക് എന്താണ് ഈ സുപ്രീമസി, അല്ലെങ്കിൽ എന്ത് പരമാധികാരമാണ് അയാൾക്കുള്ളത്? ആരുടെ സുപ്രീം ലീഡറാണ് അയാൾ? എന്ത് വൃത്തികെട്ട സിസ്റ്റമാണിത്? ഇതിനെയാണോ ഈ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ അരുന്ധതി റോയിയെ പോലുള്ള ബുദ്ധിജീവികൾ പിന്തുണയ്ക്കുന്നത് ഈ സിസ്റ്റത്തെയാണോ? ഇതാണോ ഇടതുപക്ഷം? ഈ സിസ്റ്റമാണോ അമേരിക്കയിലുള്ളത്? അമേരിക്കയിൽ ട്രംപിനെ മാറ്റി മെച്ചപ്പെട്ട ഭരണാധികാരിയെ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ട്രംപ് എത്ര അമിത അധികാരം എടുത്താലും അതിനൊരു പരിധിയുണ്ട്. അടുത്ത ഇലക്ഷനിൽ അത് ചോദ്യം ചെയ്യപ്പെടും.
ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ മറ്റു പാർട്ടികൾക്ക് അത് പ്രതിഷേധിക്കാനും വമ്പൻ പ്രകടനങ്ങൾ നടത്താനും അവിടെ സ്വാതന്ത്ര്യമുണ്ട്. യുദ്ധം നടക്കുമ്പോൾ പോലും അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. രാജ്യദ്രോഹം എന്ന വകുപ്പ് അവിടെ ആരുടെ പേരും ചാർത്തുന്നില്ല. മാധ്യമങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം. പഴയ മാധ്യമങ്ങൾക്കും പുതിയ മാധ്യമങ്ങൾക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ട്രംപിനെ പൊളിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റമാണ് അവിടെ നിലക്കുന്നത്. അപ്പോൾ ഖൊമേനിയും ട്രംപും തമ്മിൽ യാതൊരു സാമ്യങ്ങളുമില്ല. സാമ്യമൊകന്ന ഒരു ഉദ്യാനമേ എന്ന് ഒരു പാട്ട് മലയാളത്തിലുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ്. യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത രണ്ട് ടൈപ്പ് ഭരണാധികാരികൾ, രണ്ട് ടൈപ്പ് സിസ്റ്റങ്ങളാണത്. എന്നാൽ നമുക്ക് ട്രംപിനെയും മോദിയെയും വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. കാരണം രണ്ടുപേരും അതാത് രാജ്യത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികളാണ്. ഒരു കൂട്ടം അമേരിക്കക്കാർ ഇപ്പോഴേ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വന്ന ഒരു താളപ്പിഴയാണ്, അബറേഷനാണ് ട്രംപ് എന്ന് അവർ പറയുന്നു. ഞങ്ങൾക്കത് ഇനിയും മാറ്റാൻ കഴിയുമെന്നവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഇന്ത്യക്കാരും അങ്ങനെ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ മോദിയെ മാറ്റാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്രായേലിലും ഇത് സാധ്യമാണ്. അവിടെ നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അയാളിപ്പോഴും അഴിമതി കേസിൽ പ്രതിയാണ്. അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ അയാൾക്കെതിരെ എഴുതുന്നു. അപ്പോൾ ഈ മതാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി ഒന്ന് നമുക്ക് കമ്പയർ ചെയ്താലോ? ഇറാൻ പോലുള്ള ഒരു രാജ്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ മാധ്യമങ്ങൾ പരിപൂർണമായും ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. ജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ അധികാരിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവുമില്ല. മത പോലീസ് പറയുന്ന കാര്യം അവർ അച്ചടിക്കണം. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള യാതൊരുവിധ ഇൻ്റർനെറ്റ് നിരോധിച്ചതോടുകൂടി അതുപോലും അവിടുത്തെ ജനങ്ങൾക്കില്ല. അവർ ജനങ്ങളെ അറിയിക്കുന്ന ചില കാര്യങ്ങൾ മത പോലീസ് അത് നാഷണലിസമാണ്. അതായത് അവർ നാഷണലിസം പറഞ്ഞ് ഇറാൻ്റെ ഈ ഭരണാധികാരികളുടെ ഒപ്പം ആളുകളെ നിർത്താൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള നമ്മുടെ ഇറാൻ എന്ന രാജ്യത്തെ ശത്രു രാജ്യങ്ങൾ, വിദേശ ശക്തികൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. നാം തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ ഉള്ളിലുള്ള വിഷയങ്ങളാണ്. പുറമേ നിന്ന ഒരു ശത്രു വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടാകണം എന്നിങ്ങനെ ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇവർ ആകെ ജനങ്ങളെ കൊണ്ട് വായിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. അമേരിക്കയിൽ ഈ സമയം എന്താണ് നടക്കുന്നത് നമ്മളറിയണം. അവിടെ ജാഥകളാണ്. വൈറ്റ് ഹൗസിൻ്റെ മുന്നിലേക്ക് സമാധാനവാഹകരുടെ പ്രവാഹമാണ്. ട്രംപിൻ്റെ കാമകേളികൾ മുതൽ അയാളുടെ ബാങ്ക് ബാലൻസ് വരെ ചർച്ച ചെയ്യപ്പെടുന്നു. യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ, അഹിംസാ റാലികൾ, ഇറാനിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പല നീളത്തിലും വലിപ്പത്തിലുമുള്ള ഫോട്ടോകൾ, പോലീസും പൗരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടങ്ങി ഒരു തുറന്ന സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാം അവിടെ സംഭവിക്കുന്നു. 10 കൊല്ലത്തേക്കുള്ള വിസയാണ് അമേരിക്കയിൽ നിന്ന് അടിച്ചു കിട്ടുക, വിസിറ്റിംഗ് വിസ. അതിൽ 6 മാസം നമുക്ക് ഒരു തവണ പോയാൽ 6 മാസം അവിടെ നിൽക്കാം. ഈ 6 മാസത്തെ വിസയും എടുത്ത് അവിടെ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് ആതിഥേയ രാജ്യത്തിനെതിരെ, അതായത് ട്രംപിനെതിരെ വീഡിയോ ഇറക്കുന്ന സുഹൃത്തുക്കൾ വരെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, അമേരിക്ക എന്നതൊരു കുടിയേറ്റക്കാരുടെ രാജ്യമായതിനാൽ ഇറാനിൽ നിന്ന് കുടിയേറിയ ഒരുപാട് പേർ അവരുടെ ഭരണ സ്ഥിര കേന്ദ്രങ്ങളിലുണ്ട്. അവർ അതിലിരുന്നു കൊണ്ട് യുദ്ധത്തിനെതിരെ സമ്മർദ്ദം അവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കണം ആ രാജ്യത്തുള്ള ഒരു സ്വാതന്ത്ര്യത്തെപ്പറ്റി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലല്ല. ഒരു ഭാഗത്ത് ഒരു മനുഷ്യാവകാശങ്ങളും അനുവദിക്കുന്നില്ല, പത്രസ്വാതന്ത്ര്യം ഇല്ല, അവിടെ യുദ്ധത്തിനെതിരെ സംസാരിച്ചാൽ ഷൂട്ട് ചെയ്യപ്പെടും. എന്നാൽ മറ്റൊരു ഭാഗത്ത്, മറ്റൊരു രാജ്യത്ത് മനുഷ്യാവകാശങ്ങളുണ്ട്, പത്രസ്വാതന്ത്ര്യമുണ്ട്, യുദ്ധത്തിനെതിരെ സംസാരിച്ചാൽ മനുഷ്യസ്നേഹിയായി മാറും. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പ്ലേ ഗ്രൗണ്ട് ലെവലാവുക? ഇരുകൂട്ടർക്കും ഒരേപോലെ ബാധകമായ നിയമങ്ങളുള്ള ഗ്രൗണ്ടിൽ വെച്ച് യുദ്ധം ചെയ്താൽ മാത്രമേ യഥാർത്ഥ വിജയി ആരാണെന്ന് കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ട് ഈ യുദ്ധത്തിലും അമേരിക്കയ്ക്ക് തോൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിയറ്റ്നാം ആവർത്തിക്കാനുള്ള സാധ്യത. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടാൻ കാരണം വിയറ്റ്നാമിൻ്റെ കയ്യിൽ വലിയ കോപ്പൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഉള്ളിലിരുന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ്. ആഭ്യന്തര സംഘർഷങ്ങൾ, അതായത്
അതിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും ലോകം മുഴുവൻ വാർത്തയാവുകയും അമേരിക്ക ലോകത്ത് നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തപ്പോഴാണ് അമേരിക്കക്കാർ അവിടെ നിന്ന് പിൻവലിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്കയ്ക്ക് പൊടുന്നനെ വിജയിക്കണമെങ്കിൽ ആകെ ഒരു മാർഗമേ ഉള്ളൂ, പ്ലേയിങ് ഗ്രൗണ്ട് ലെവലാക്കുക. അതായത് അമേരിക്കയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഡെമോക്രസിയും മനുഷ്യാവകാശങ്ങളും എടുത്തങ്ങ് കളയുക, ഒരു യുദ്ധകാല അടിയന്തരാവസ്ഥ നടപ്പാക്കി ശത്രു രാജ്യത്തിൻ്റെ ലെവലിലേക്ക് ഈ രാജ്യത്തെയും അമേരിക്കയെയും കൊണ്ടുവരിക. ഇറാൻ്റെ IRGC പോലുള്ള ഒരു മതപ്പൊലീസ് പോലുള്ള ഒരു പോലീസിനെ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങളെ നിരന്തരം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ധാരാളം JCBകൾ കൊണ്ടുവരിക. ട്രംപിനെതിരെ സംസാരിക്കുന്നവരെ അപ്പാപ്പ പിടിച്ച് ഈ JCBയിൽ തൂക്കിയിടുക. അത് ജനങ്ങളെ മുഴുവൻ കാണിക്കുക. പത്രങ്ങളെ കൂച്ചുവലം കിട്ട് നിർത്തുക. എന്നിട്ട് യുദ്ധം ചെയ്ത് നോക്കൂ, ഒരാഴ്ച കൊണ്ട് ജയിക്കും. ഇതാണ് സ്ഥിതി. നന്ദി, നമസ്കാരം.